ആയിക്കോട്ടെ. അതിരപ്പള്ളി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങിയെന്നാണ് വാർത്ത. ഇന്നലെ ആനയെത്തി അതേ സ്ഥലത്ത് അർദ്ധരാത്രിയോടെ വീണ്ടും ആനയെത്തി. ആനയുടെ ദൃശ്യങ്ങൾ 24 കിട്ടി. പെട്ടെന്ന് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. അതിനുശേഷം നിതിൻ അംബുജൻ. വെൽക്കം ടു മുക്കം. ചോദിച്ചത് അതേ ആനയാണോന്ന്. ഹാഷ്മി, കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങിയ കണ്ണൻകുഴി എന്ന പ്രദേശത്തിനാണ് ഇന്നലെ അർദ്ധരാത്രിയും ഇന്ന് പുലർച്ചെയുമായി വീണ്ടും കാട്ടാന ഇറങ്ങിയത്. വീട്ടുമുറ്റത്തോടെ കാട്ടാന നടന്നുപോകുന്ന ദൃശ്യം 24 ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ കാണാം. അങ്ങേറ്റം ഒരു ആശങ്കപ്പെടുന്ന ദൃശ്യമാണ് എന്തായാലും ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വ്യാപക കൃഷിനാശം ആ മേഖലയിൽ ആകെ തന്നെ വരുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ആതിരപ്പള്ളിയിലെ കാലങ്ങളായി ആളുകൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം. ഇന്നലെയും കൂടി ആ ഒരു അവസ്ഥയുണ്ടായിരുന്നു. വെള്ളച്ചാട്ടത്തിന് താഴെ ആണ് ഈ ഒരു കണ്ണൻകുഴി എന്ന പ്രദേശം. അവിടെയാണ് ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെയുമായി ഇത്തരത്തിൽ കാട്ടാന വീണ്ടും ഇറങ്ങിയത്. വ്യാപക കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഫെൻസിംഗ് അടക്കം തകർത്തുകൊണ്ടാണ് ഈ ആന എന്തായാലും ഈ ജനവാസ മേഖലയിലേക്ക് വന്നതെന്നത് ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ്. നാട്ടുകാർ ബഹളം വെച്ച് തുടർന്നാണ് ആന പിന്നീട് കാട്ടിലേക്ക് തിരികെ പോയത്. ഇന്നലെ വൈകിട്ടും സമാനമായി തന്നെ ഇത്തരത്തിൽ ഈ കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആളുകളുടെ ഭാഗത്ത് വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും ഈ RRTയെ ആതിരപ്പള്ളി മേഖലയിൽ ഒരു പ്രത്യേക RRTയെ വിന്യസിക്കണമെന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഒരു ശാശ്വത പരിഹാരം ഇതിലുണ്ടാകണമെന്നൊരു ആവശ്യം അവർ കാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നു. ഈ ഇടയ്ക്കിടെ ഇത്തരത്തിൽ വീട്ടുമുറ്റത്തോടെയും അതോടൊപ്പം തന്നെ ജനവാസ മേഖലയിലും ഈ കാട്ടാന ഇറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ആതിരപ്പള്ളിയുടെ സാഹചര്യം നമുക്കറിയാം. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 3 പേരാണ് ഇത്തരത്തിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഞാനിപ്പോൾ നിൽക്കുന്ന ആതിരപ്പള്ളിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇപ്പോൾ തുടരുന്നുണ്ട്. ഈ അരൂർമൊഴി വെറ്റിലപ്പാറയിലെ പാതി ഇപ്പോൾ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ തന്നെ ഹർത്താൽ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അത് 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഹർത്താൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. 2 ദിവസത്തിന്റെ 3 പേർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഹർത്താൽ ഇവിടെ പുരോഗമിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, ഒരു ശാശ്വത പരിഹാരം അതിരപ്പള്ളി മേഖലയിൽ ഉണ്ടാകണം. പ്രത്യേക RRT വിന്യസിച്ചുകൊണ്ട് ഈ ഒരു കാട്ടാന ആക്രമണത്തിനും അല്ലെങ്കിൽ ഈ ഒരു പരിഹാരം ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത് ഇതുവരെ നടപ്പായില്ല. നേരത്തെയും ഇത്തരത്തിൽ RRT വിന്യസിക്കാൻ ഒരു തീരുമാനമുണ്ടായത്. പക്ഷേ അത് ഇതുവരെ നടപ്പാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ 3 പേരുടെ മരണത്തെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ പ്രതിഷേധം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്തെ റോഡ് ഇപ്പോൾ ഉപരോധിച്ച് വിനോദസഞ്ചാരികളടക്കം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ജനവികാരം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവർ വലിയ ആശങ്കയോടുകൂടിയാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലെ നമ്മൾ കണ്ട ദൃശ്യം പോലെ തന്നെ വീട്ടുമുറ്റത്തൂടെ ആന പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഫെൻസിംഗ് തകർത്താണ് ഈ നാട്ടിലേക്ക് ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശങ്കയ്ക്ക് ഒരു പരിഹാരം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ അത് ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ തുടർന്നു പോകുന്നത്. ഹാഷ്മി.